ടർബോ ജോസ് ആളിച്ചിരി പെശക. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ടർബോ ജോസ് ആളിച്ചിരി പെശക. ഓവർ ദി ടോപ്പ് ആക്ഷൻ ഉണ്ടാകുമെന്നാണ് മിഥുൻ മാനുവൽ പറയുന്നത്. എന്തായാലും ടർബോനെ കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റും ആരാധകരിൽ മാത്രമല്ല സിനിമാ പ്രേമികളെല്ലാം തന്നെ, അതും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സിനിമകൾ, കൊമേഴ്സ്യൽ മാസ് മസാല ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ രസിക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സിനിമ കാണണമെന്ന് തോന്നുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകൾ. തെന്നിന്ത്യൻ സിനിമയിൽ ശ്രദ്ധേയരായ രാജ്ബി ഷെട്ടിയും സുനിലും ടർബോയിൽ നിർണായകമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് കൂടി കേൾക്കുമ്പോൾ അതൊരു പാൻ ഇന്ത്യൻ റീച്ച് ലഭിക്കാനുള്ള സാധ്യതകളാണ് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കുന്നത്. അറ്റ്ലീസ്റ്റ് അതൊരു സൗത്ത് ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ തന്നെ ആളുകൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ടർബോ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. നമുക്കറിയാം, വളരെ നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരുവരും ഒന്നിക്കുന്നത്. 2019 പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമായിട്ട് എത്തിയ മധുര രാജ എന്ന ചിത്രത്തിലായിരുന്നു ഇരുവരും ഇതിന് മുമ്പ് ഒരുമിച്ച് സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ആ ചിത്രം ഒരു വിജയമായിരുന്നു. എന്നാൽ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്നുള്ള ലെവലിലേക്ക് ഒരു സിനിമ തന്നെയാണ് ഇപ്പോൾ ആരാധകരോടൊപ്പം തന്നെ വൈശാഖും പ്രതീക്ഷിക്കുന്നത്. കാരണം തൊട്ടു മുമ്പ് വന്ന അദ്ദേഹത്തിന്റെ മോൺസ്റ്റർ തിയേറ്ററിൽ വലിയ ദുരന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് മികച്ചൊരു സിനിമ തന്നെ ആളുകൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സിനിമ തന്നെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. വരുന്ന മെയ് 23 ചിത്രത്തിന്റെ റിലീസ് എന്നാണ് അറിയുന്നത്. അതുതന്നെയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ഡേറ്റും. മാത്രമല്ല 12-ാം തീയതി ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വരികയാണ്. അപ്പോൾ ഒരു ഡബിൾ പഞ്ച് തന്നെയാണ് മമ്മൂട്ടി കമ്പനിയിലൂടെ ടർബോ എന്ന ചിത്രത്തിലൂടെ നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ ആളുകൾ ആകർഷിക്കുന്നതും അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ളതും ആളുകളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ മിഥുൻ അത്രത്തോളം കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ ഒരു തിരക്കഥ തന്നെയാണ് ടർബോയ്ക്ക് വേണ്ടിയുള്ളത് എന്നാണ് മിഥുന്റെ അഭിമുഖത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾ വലിയ രീതിയിൽ തന്നെ വൈറലാക്കി മാറ്റിയിരിക്കുന്നത്. ഓവർ ദി ടോപ്പ് ആക്ഷൻ രംഗങ്ങളും ടർബോയിലുണ്ടെന്ന് മിഥുൻ പറയുകയാണ്. ടർബോ എഞ്ചിൻ പിടിപ്പിച്ച ഒരാൾ, അങ്ങനെ ഒരു അർത്ഥത്തിലാണ് ചിത്രത്തിന് ടർബോ എന്ന പേര് തന്നെ ഇട്ടിരിക്കുന്നത്. എക്സ്ട്രാ പവറുള്ള ഒരാൾ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ഓവർ ദി ടോപ്പ് ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. എക്സ്ട്രാ കരുത്തുള്ള ഒരു കഥാപാത്രമാണ് ടർബോ ജോസ്, മിഥുൻ പറഞ്ഞു വെക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആരാധകർക്കും അതുപോലെ തന്നെ ആ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു വ്യക്തി, ആ ഒരു ലേഡി അത്രത്തോളം ആവേശത്തോടെ ചോദിക്കുകയാണ്, ഞാനടിച്ചാൽ താങ്കമാട്ടെ എന്നുള്ള പോലത്തെ ഒരു ഫൈറ്റ് തന്നെയായിരിക്കുമല്ലേ എന്ന്. അതെ, അത്തരത്തിലുള്ളൊരു സിനിമ തന്നെയായിരിക്കും സിനിമ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിജീവികളെല്ലാം തന്നെ ആ ഒരു പരിസരത്തേക്ക് പോവാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ആരാധകരോടൊപ്പം തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. കാരണം ഇതൊരു എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ചിത്രമാണ്. അത്തരത്തിലുള്ളൊരു ആ രീതിയിൽ തന്നെ സിനിമ ആസ്വദിക്കുന്നവർക്ക് ആസ്വദിച്ച് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു സിനിമ. മിഥുൻ പറഞ്ഞു വയ്ക്കുന്ന ഇന്റർവ്യൂവിൽ തന്നെ ഇതിന് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. തെന്നിന്ത്യൻ സിനിമയിൽ ശ്രദ്ധേയരായ രാജ്ബി ഷെട്ടിയും സുനിലും ഒന്നിക്കുന്ന ഈ ഒരു സിനിമയിൽ നിർണായക വേഷങ്ങൾ അവതരിപ്പിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ടർബോ ജോസ് അച്ചായൻ കഥാപാത്രത്തോടൊപ്പം കിടപിടിക്കുന്ന വില്ലൻ കഥാപാത്രങ്ങളായിട്ടാണ് അവർ എത്തുക എന്ന് കൂടി കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റണ്ട് സീനുകളെല്ലാം ഉള്ള സിനിമ തന്നെയാണെന്നാണ് അറിയുന്നത്. ചിത്രത്തിന് 50 കോടിയിലേറെ നിർമ്മാണ ചെലവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ ഓവർസീസ് റിലീസായിട്ടാണ് ടർബോ എത്തുന്നതെന്ന റിപ്പോർട്ടുകളുമുണ്ട്. 50-ലധികം രാജ്യങ്ങളിൽ ചിത്രം റിലീസ് ചെയ്യപ്പെടുമെന്നും പറയുന്നു. ഏതായാലും ശ്രീലങ്കയിലെ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടെന്ന് അറിയുന്നു. അതുപോലെ ഒരു ലങ്കാദഹനം തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ചിത്രത്തിലെ 8 സ്റ്റണ്ടും അതുപോലെ തന്നെ 2 കാർ ചേസുകളും ഉണ്ട് എന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. ഇതെല്ലാം പുറത്ത് പറഞ്ഞു കേൾക്കുന്നതാണ്. ഇതൊന്നും തന്നെ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ സത്യമാകാം, അല്ലാതിരിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ആളുകളെ ആകാംക്ഷയിൽ അതുപോലെ എന്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ടർബോ. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.